ശ്രീ ആദികേശവൻ, ഇപ്പം 100 ദിവസത്തിലധികമായി യുദ്ധം തുടങ്ങിയിട്ട് ഫെബ്രുവരി 28 തുടങ്ങിയതാണ്. ഈ കേരളത്തിലേക്ക് നോക്കൂ, ഇന്ത്യയിലേക്ക് നോക്കൂ, നമ്മുടെ പാചകവാതക വില കൂടി, പാചകവാതക ക്ഷാമമുണ്ടായി, ഇന്ധനവില വർദ്ധിച്ചു, എണ്ണവില, സ്വർണം, അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ അടക്കം ബാധിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക്, ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് നമ്മുടെ രാജ്യം എത്തിയോ? ഇനി യുദ്ധം തുടർന്നാലും ഇനി മുന്നോട്ട് പോയാലും നേരിടാൻ കഴിയും എന്നൊരു നിലയിലേക്ക് എത്തിയോ? ആര്യ, നന്ദി. ഞാൻ ആദ്യം ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ ടീം പെട്ടെന്ന് സോൾവ് ചെയ്തു. പക്ഷേ ഇടയ്ക്കും മുറയ്ക്കും കേൾക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ ആര്യ ചോദിച്ച ചോദ്യം, എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഇറാൻ, ഇസ്രയേൽ, US എന്നുള്ള 3 കക്ഷികളായിരുന്നല്ലോ ഈ യുദ്ധത്തിന് പാർട്ടിസിപ്പൻസ് ആയിട്ട് പങ്കെടുക്കുന്ന രാജ്യങ്ങളായി മുൻപിൽ വന്നിരുന്നത്. ഈ യുദ്ധം അതേപോലെ യുക്രൈൻ, റഷ്യ കണ്ടിന്യൂയിങ് ആയിട്ട് ഇപ്പോഴും തുടർന്നു പോകുന്ന ആ യുദ്ധം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ഒരു ഘടകം ഈ ഇറാൻ US യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത്. അതൊരു കാര്യം, ഈ മിലിറ്ററി ഹാർഡ്വെയറിനെക്കാളും ട്രഡീഷണലായിട്ട് യുദ്ധത്തിന് വേണ്ടി ഒരുക്കുന്ന സന്നാഹങ്ങളെക്കാളുമൊക്കെ ഈ സാമ്പത്തിക രംഗത്തെ ഡെവലപ്മെൻറ്റ്, സംഭവ വികാസങ്ങൾ ഇതിനെല്ലാം ഓവർടേക്ക് ചെയ്തു ഈ യുദ്ധത്തിൽ. അത് ഞാൻ പറയാൻ കാരണം, അമേരിക്കയിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി. ആദ്യം ഫെബ്രുവരി 28 അറ്റാക്ക് തുടങ്ങി, പിന്നെ മാർച്ച് 15, മാർച്ച് 30 വരെയൊക്കെ ഇതിന് ഒരു സൊല്യൂഷനും ആരും മുമ്പിൽ കണ്ടില്ല. അപ്പോൾ ആ സമയത്ത് അമേരിക്കൻ വിപണിയിലടക്കം ഓയിലിൻ്റെ പ്രൈസ് കുതിച്ചുയരുകയും അമേരിക്കൻ റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് എന്നെയും നിങ്ങളെയും പോലെ സാധാരണക്കാർ പെട്രോൾ പമ്പിൽ ചെന്ന് ഈ ഗ്യാസലിൻ എന്ന് പറയുന്ന അവരുടെ ആ ഇന്ധനം നിറയ്ക്കുമ്പോൾ അതിൻ്റെ വില അറ്റ്ലീസ്റ്റ് ചില സ്ഥലങ്ങളിലെങ്കിലും, ന്യൂയോർക്കിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു, അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഫെബ്രുവരി 28 മുമ്പേ ഉണ്ടായിരുന്ന വിലയുടെ ഇരട്ടി വില അവിടെ ഉപഭോക്താക്കൾ കൊടുക്കേണ്ടി വന്നു, സാധാരണക്കാർ. അതടക്കമുള്ള ഒരു വലിയ വിലക്കയറ്റം അമേരിക്കയിൽ ഉണ്ടാവുകയും ആ വിലക്കയറ്റം താങ്ങാനാവാത്ത രീതിയിലേക്ക് പോകുന്നു എന്ന് കണ്ടുകൊണ്ട് സാധാരണക്കാർ, ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സപ്പോർട്ടേഴ്സ് അടക്കം ആ ഗവൺമെൻറ്റിനെതിരെയും, പ്രത്യേകിച്ച് ട്രംപിൻ്റെ റേറ്റിംഗ്സ് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ അമേരിക്കയിൽ കുറച്ചുകൂടി ഡേറ്റാ ബേസ്ഡ് ആയിട്ട് ഇന്ത്യയെക്കാളുമൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഈ റേറ്റിംഗ്സ് കണക്കാക്കുന്ന രീതിയും അങ്ങനത്തെ ഏജൻസീസും ഉണ്ട്. അപ്പോൾ ട്രംപിൻ്റെ റേറ്റിംഗ്, പബ്ലിക് അപ്രൂവൽ കുത്തനെ ഇടിഞ്ഞു എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ട്രംപ് നേരത്തെ പറഞ്ഞ ആ പൊസിഷൻസിനെ കുറിച്ചൊക്കെ ഈ ബഹുമാന്യ പാനലിലെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അതായത് ഇക്കണോമിക്സ്, സാമ്പത്തിക രംഗത്തെ സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും മിലിറ്ററി സൈഡിലെ ആക്ടിവിറ്റീസിനെക്കാളും അല്ലെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മറികടന്നുകൊണ്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ ഡിഫൈനിങ് ഫീച്ചർ എന്നെനിക്ക് തോന്നുന്നു. ആര്യ പറഞ്ഞ പോലെ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളെയും എഫക്റ്റ് ചെയ്തു, ഒരു സംശയവുമില്ല. മിക്കവാറും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും, യൂറോപ്പിനെ എഫക്റ്റ് ചെയ്തു, UK എഫക്റ്റ് ചെയ്തു, പ്രത്യേകിച്ച് ഇന്ത്യയും എഫക്റ്റ് ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് സമ്മതിക്കേണ്ടി വരും, നമ്മുടെ സർക്കാർ വളരെ കാര്യക്ഷമമായി ഈ പ്രശ്നത്തെ നേരിട്ടു, കാര്യക്ഷമമായി ഇതിൽ ഇടപെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ പെട്രോൾ, ഡീസലിൻ്റെ വില നേരത്തെ ചർച്ച ചെയ്തതാണ്. യുദ്ധം നേരത്തെ ഒരു ഉടമ്പടി ഉണ്ടാക്കി, അത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് അവിടെ നിൽക്കുന്നു. വീണ്ടും എണ്ണയുടെ വില $85-90 അടുപ്പിച്ചെത്തി. എന്തായാലും 100 കടന്നു പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫെബ്രുവരി 28 മുതൽ ആദ്യത്തെ ഒരു എഗ്രിമെൻ്റ് വരെയുള്ള സംഭവ വികാസങ്ങൾ നോക്കിയാൽ ഇനി വരുന്ന കാലം അതിനേക്കാളും എന്തായാലും മയപ്പെട്ടതായിരിക്കും. 1. 2, ഇതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സർക്കാർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പരമാവധി 10 രൂപ അല്ലെങ്കിൽ 12 രൂപ, ആ ഒരു ഹൈക്ക് പോലും സാധാരണക്കാരന് ചിലപ്പോൾ താങ്ങാനായിട്ട് പക്ഷേ ലോകത്തിലെ
എണ്ണ റിസർവ്സ് അവർക്ക് തന്നെയുണ്ട്. അമേരിക്ക ഏറ്റവും വലിയ സമ്പദ്ഘടന. അവർക്ക് ഈ പമ്പിലെ പ്രൈസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. വലിയ ഒരു നേട്ടമായിട്ട് തന്നെ അംഗീകരിക്കേണ്ടി വരും. രണ്ടാമത്, ഈ യുദ്ധത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? രണ്ട് കാര്യങ്ങൾ മാത്രം, കാരണം ഇത് കേൾക്കുന്നവരും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഒന്ന്, നമ്മുടെ ഈ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് ഒരു പക്ഷേ ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഫോക്കസ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തിനെ കാണാൻ തുടങ്ങിയത്. ഏത് പ്രശ്നം? സ്ട്രാറ്റജിക് റിസർവ്സ്. നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരുതൽ അത്ര വലുതല്ല. ഇപ്പോൾ മാംഗ്ലൂരിലോ വിശാഖപട്ടണത്തിലോ അങ്ങനെ 2-3 സ്ഥലങ്ങളിലേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ഒരു 2 മാസത്തേക്കോ 3 മാസത്തേക്കോ നമ്മുടെ പെട്രോൾ ഡീസൽ ഒരു വരവും വരാതെയുള്ള സാഹചര്യത്തിൽ പോലും നമുക്ക് സ്വന്തം റിസർവ്സ് ആയിട്ടുള്ള പെട്രോളും ഡീസലും ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള കരുതൽ റിസർവ്സ് നമ്മുടെ കയ്യിലില്ല. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷേ അതിനുള്ള കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്യാനുള്ള പ്ലാൻ തുടങ്ങി. വർഷങ്ങളെടുക്കും, 4-5 വർഷം അത് ചെയ്തു. രണ്ടാമത്തത്, നമ്മൾ പരാമർശിക്കാതെ പോകുന്ന സാധാരണ കേരളത്തിൽ, കാരണം കാർഷിക രംഗം അത്ര വലുതല്ല കേരളത്തിൽ. പക്ഷേ ഫെർട്ടിലൈസർ, യൂറിയ 1/5 ഭാഗം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും അത്യാവശ്യമായ ഫെർട്ടിലൈസറാണല്ലോ യൂറിയ. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഡിസിഷൻ വന്നു. നമുക്കുള്ള ഗ്യാപ്പ് 40 ദശലക്ഷം ടണ്ണാണ് ഡിമാൻഡ്. 30 ദശലക്ഷം ടണ്ണേ നമുക്ക് കപ്പാസിറ്റി ഉള്ളൂ. 10 ദശലക്ഷം ടണ്ണിൻ്റെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദവും ഒരു എസ്റ്റിമേറ്റും ഇന്നലെ സർക്കാർ അംഗീകരിച്ചു. അപ്പം നമ്മളിതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നു. എന്താണ്, ഒരു മിഡ് ടേമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ നടപടികളാവുന്നു. പെട്ടെന്ന് എടുത്ത കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി കൺട്രോൾ ചെയ്തു. ഈ പെട്രോൾ ഡീസൽ പമ്പ് പ്രൈസസ് അത്രയ്ക്കങ്ങ് കുതിച്ചു പോയില്ല. ഗാർഹിക സിലിണ്ടറിൻ്റെ അതും നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയും അവൈലബിലിറ്റിയും രണ്ടും അത്രയ്ക്ക് എഫക്റ്റഡ് ആയിരുന്നില്ല. ചില ക്യൂ ഒക്കെ നമ്മൾ UP, ബീഹാർ, കേരളത്തിൽ എന്തായാലും, കാരണം ഞാനും നിങ്ങളുമൊക്കെ ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്നവരല്ലേ, അതിലൊരു ബുദ്ധിമുട്ട് വന്നിട്ടേ ഇല്ല. പ്രധാനമായിട്ടും കൂട്ടിയത് കമേഴ്ഷ്യൽ റെസ്റ്റോറൻറ്റ്, ഹോട്ടലിൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ പരമ്പരാഗത യുദ്ധമുറകളെയൊക്കെ മറികടന്ന് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വന്നു. ഇറാനും ചെയ്തത് മിലിറ്ററി ഫൈറ്റിങ്ങിനേക്കാളും ബ്ലോക്കേഡ് അല്ലേ, ആ ഉപരോധമാണ് അവരുടെ കരുത്ത് കാട്ടിയത്. അത് എക്കണോമിക്, സാമ്പത്തിക ഉപരോധമാണ്. കപ്പലുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, സപ്ലൈ ഇല്ല. അത് അറബ് രാജ്യങ്ങളെ അടക്കം ബാധിക്കാൻ തുടങ്ങിയും. അതായത് പരമ്പരാഗത മിലിറ്ററി ഉപകരണങ്ങൾ വെച്ച് ഏറ്റവും വലിയ വമ്പൻ ശക്തിയായ അമേരിക്കയെ നേരിടുവാനുള്ള പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് സാമ്പത്തിക മാർഗത്തിൽ കൂടി അവരെ നേരിടുകയും അതിൽ വിജയം കാണുകയും ചെയ്തു എന്നുള്ളത് ഈ യുദ്ധത്തിൻ്റെ പ്രത്യേക ഒരു ഫീച്ചറും പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യവുമാണ്. രണ്ടാമത് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇന്ത്യ സാമാന്യം നല്ല രീതിയിൽ തന്നെ ഈ ക്രൈസിസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തു. മാത്രമല്ല, പെട്ടെന്ന് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ എടുക്കാത്തത് ആ നടപടികൾ നമ്മുടെ ഗവൺമെൻറ് എടുത്തു.